നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കഴിഞ്ഞ ആഴ്ചയിലെ കുറച്ച് കറണ്ട് അഫെയർ വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫെയർ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചോദ്യങ്ങളും നിങ്ങൾ നോക്കി വയ്ക്കുക. അതിനിടയിൽ ആ കാര്യങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കളക്ട് ചെയ്യുക. പറ്റുമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും കൂടി അത് ഉപകാരപ്രദമാവും. അപ്പം നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരവേദി 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരവേദി സിംബാബ്വെ ആൻഡ് നമീബിയ. സിംബാബ്വെയും നമീബിയയുമാണ് കേട്ടോ. ദെൻ 2026 ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡ് ജേതാവ് പ്രദീപ് ഓർക്കാട്ടേരി. പുല്ലരി മധുരം എന്ന കൃതിക്കാണ് പുരസ്കാരം. വെള്ളക്കാർക്ക് സീറ്റൊഴിഞ്ഞു കൊടുക്കാതെ പ്രതിഷേധിച്ച് അമേരിക്കൻ പൗരാവകാശ പോരാട്ടങ്ങളുടെ മുഖമായി മാറിയ ഏത് വ്യക്തിയാണ് 2026 ജനുവരിയിൽ അന്തരിച്ചത്? ക്ലോഡറ്റ് കോൾവിൽ. 2026 ജനുവരിയിൽ മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാൻ ആയി നിയമിതനായത് ദിന പൗവൽ മക്കോർമിക്. ദെൻ ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങിയ ബഹിരാകാശ ദൗത്യം ക്രൂ 11. ദെൻ 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമയ്ക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനി. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. ദെൻ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡൻ്റായി നിയമിതയായത് പി ടി ഉഷ. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ IBI ബാങ്കിംഗ് ടെക്നോളജി അവാർഡിൽ മികച്ച ഫിൻടെക് ആൻഡ് DPI അഡോപ്ഷനുള്ള പുരസ്കാരം നേടിയ ബാങ്ക് കർണാടക ബാങ്ക്. 2026 പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശനാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ശാരദയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ മുൻനിർത്തി പരിസ്ഥിതി നോബൽ എന്നറിയപ്പെട്ട ടെലർ പ്രൈസിന് 2026 അർഹയായ അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റ് ടോബി കിയേഴ്സ്. ഇത്രയാണ് ഇന്നത്തെ ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ എങ്കിലും വരുന്ന പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള 4-5 ചോദ്യങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതും അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. എപ്പോഴും കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഒരു ചോദ്യം എന്നതിലുപരി ആ ചോദ്യവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൂടി നിങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ JC ഡാനിയൽ അവാർഡ് പ്രഖ്യാപിച്ചതിന് അപ്പോൾ ശാരദയുടെ പേര് നമ്മളിവിടെ പഠിച്ചു. അതേപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ആർക്കാണ് കിട്ടിയത്, അതിൻ്റെ മുന്നത്തെ കൊല്ലം ആർക്കാണ് കിട്ടിയതെന്ന് കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. 1-2 കൊല്ലമെങ്കിലും പുറകിലും ആ അവാർഡുകളെ പറ്റിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. PSC പൊതുവെ 2021 മുതലൊക്കെയുള്ള ചിലപ്പോൾ അവാർഡുകളൊക്കെ ചോദിക്കാൻ പറ്റും. ചിലപ്പോൾ വളരെ പഴയതൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പഠിച്ചു വയ്ക്കാൻ സാധിക്കുന്ന 2-3 കൊല്ലമെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. JC ഡാനിയൽ അവാർഡായാലും ശരി, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമായാലും ശരി, അങ്ങനത്തെ അവാർഡുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് കൂടി സൗകര്യപ്രദമാകും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.